കാസർഗോഡ് ഉദുമയിലാണ് ഈ കാഴ്ച. അതായത് ലീഗിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനം നടക്കുകയാണ്. അവിടേക്ക് 2 പേര് BJP-ക്കാർ BJP-യുടെ കൊടിയുമായിട്ട് വരുന്ന ഒരാളുകളെ അവഗണിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ അവരോട് കയർത്ത് ആ കൊടി പിടിച്ച് വാങ്ങുന്നൊരു രംഗം, ഇതൊരു രാഷ്ട്രീയ മര്യാദയാണോ എന്ന് വെച്ചാൽ ഒരിക്കലുമല്ല. ഇതൊക്കെ ഏത് രീതിയിലാണ് BJP ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് അറിയോ? ഒരു തരത്തിലും BJP-ക്ക് എന്താ പറയുക, പ്രവർത്തനം നടത്താനോ സാധിക്കാതെ കാസർഗോഡ് മതവർഗീയവാദികൾ ഉറഞ്ഞു തുള്ളുകയാണ് എന്ന രീതിയിലാണ്. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സാമൂഹ്യ സേവനമായിട്ട് കാണേണ്ടവരല്ലേ. അതിലപ്പുറം അതിലൊരു ഫാസിസ്റ്റ് സ്വഭാവം എങ്ങനെ വരുന്നത്? ഇപ്പോൾ ഞാനിത് കാണിക്കുമ്പോൾ എന്നോട് ഇങ്ങോട്ട് തെറി വിളിക്കാൻ ആളുകളുണ്ടാവും. എന്തായാലും ലീഗിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളിലേക്ക് അങ്ങോട്ട് ചെന്നിട്ട് കൊടിയുമായിട്ട് ചെല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാസർഗോഡ് ലീഗുകാർക്ക് BJP-ക്കാർക്ക് ആഹ്ലാദിക്കാൻ ഒരു വകയും ഉണ്ടായിട്ടില്ല. അവിടെ ഏതെങ്കിലും സ്ഥലങ്ങളിലോ മണ്ഡലങ്ങളിലോ BJP-യുടെ ആരും ജയിച്ചിട്ട് പോലുമില്ല. ഇനി അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവർക്ക് സ്റ്റേറ്റിൽ 3 മണ്ഡലം കിട്ടിയതിൻ്റെ പേരിലാണ് ആഹ്ലാദിക്കുന്നതെങ്കിൽ ആ 2-3 പേര് ആഹ്ലാദിച്ച് പൊക്കോട്ടെ. അതിനെന്തിനാണ് ഇങ്ങനെ ഒരു ഫാസിസ്റ്റ് സ്വഭാവം? ഫാസിസം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ മാത്രം കുത്തകയൊന്നുമല്ല. താനല്ലാത്ത മറ്റാരും പ്രവർത്തിക്കരുത്, അല്ലെങ്കിൽ തൻ്റെ ഭാഗം മാത്രമാണ് ശരി, മറ്റുള്ളവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തൊരു മനോഭാവത്തിൻ്റെ പേരാണ് ഫാസിസം. ഇപ്പോൾ നമ്മൾ തവനൂർ മണ്ഡലത്തിൽ കണ്ടില്ലേ, അവിടെ വിജയം ആഘോഷിക്കുമ്പോൾ ആടിൻ്റെ തലയറുത്തിട്ട് ആഘോഷിക്കും. ഇത് ഞാൻ ചോദ്യം ചെയ്തതിന് കുറേ പേര് എന്നെ തെറി വിളിച്ചു. എനിക്ക് പരിചയമുള്ള കുറേ ലീഗിൻ്റെ സുഹൃത്തുക്കളും ലീഗുകാർ മോശമായതുകൊണ്ടൊന്നുമില്ല. പക്ഷേ ഇതുപോലെയുള്ള നെറികേടുകൾ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ചിത്രീകരിക്കുന്നൊരു രീതി എങ്ങനെയാണെന്നറിയോ? ഇതൊരു തരം ഫാസിസ്റ്റ് സ്വഭാവത്തിലാണ് വരിക. ഇത് ഗുണത്തെക്കാളേറെ ദോഷമാണ്. ഇപ്പോൾ ഒരു ആടിൻ്റെ തലയറുത്തൊരു സംഭവം ഇതിപ്പോൾ BJP ഏത് രീതിയിൽ ചിത്രീകരിക്കുന്നറിയോ? അടുത്ത നാളെ ഇവർ ഹിന്ദുവിൻ്റെ തലയറുക്കും എന്ന രീതിയിലൊക്കെയാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ അത്തരം ഒരു വടി കൊടുക്കുന്നത്? നമുക്ക് ഇങ്ങോട്ട് അടി കിട്ടാനുള്ള ഒരു വടി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരോട് സാദിഖ് അലി തങ്ങൾ കൃത്യമായുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തതാണ്. നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ആഘോഷിക്കേണ്ടത്. ആഘോഷങ്ങൾ ഒരിക്കലും ആഭാസങ്ങളായിട്ട് മാറരുത്. അങ്ങനെ ഒരു നല്ല നേതൃത്വമുള്ളൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പക്ഷേ ആ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉദുമയിൽ, കാസർഗോഡ് ഉദുമയിൽ ഇതുപോലത്തെ ഒരു പ്രവർത്തനം ഒരിക്കലും മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലക്ക് പറയുകയാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമില്ല. 2-3 BJP-ക്കാർ അവരുടെ കൊടിയും പിടിച്ച് അതിലൂടെ പോയിന്ന് കരുതി ഒരു ചുക്കും സംഭവിക്കുന്നില്ല. അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പുതുമയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും അധപ്പതരതൊന്നും സംഭവിക്കില്ല. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള മറ്റുള്ളവർ ശരിയല്ല എന്നുള്ളൊരു മനോഭാവമുണ്ട്. അത് ഏത് പാർട്ടിയെക്കൊണ്ടേ. ഇപ്പോൾ ബംഗാൾ ചെന്ന് നോക്കി നിങ്ങൾ, ബംഗാൾ BJP അധികാരത്തിലെത്തി. ആ BJP അവിടെ നിന്ന് മുസ്ലിം പള്ളികൾ, മുസ്ലിം വ്യാപാര സ്ഥാപനങ്ങൾ, തൃണമൂലിൻ്റെ സ്ഥാപനങ്ങൾ, ഇത് മുഴുവൻ അടിച്ചു തകർക്കണം. ഇതിപ്പോൾ ബംഗാളിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ ഫാസിസ്റ്റ് സ്വഭാവം എന്നുള്ളത് നിർത്തലാക്കുന്നു. അപ്പോഴേ ജനം കൂടെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒന്നും ഓർത്തോ, ഈ വിജയങ്ങളൊന്നും ആരും കാശ് കൊടുത്ത് വാങ്ങിയതല്ല, അല്ലെങ്കിൽ മറ്റെവിടെ നിന്നും കിട്ടിയില്ല. ജനം തരുന്ന വിജയമാണ്. നാളെ ഇതേ ജനം പിണറായിനെ മൂലക്കിരുത്തിയതുപോലെ ഇതേ വിജയിച്ചവരെ മൂലക്കിരുത്താനും കഴിയുന്നവരാണ് ജനം എന്നൊരു തിരിച്ചറിവുണ്ടാവണം. നല്ലതാണ്. എന്തായാലും മുസ്ലിം ലീഗുകാരുടെ ഈ ചെയ്തിയോട് ഒരു മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. അത് എന്തായാലും ഉദുമയിലെ ഈ ഒരു സംഭവം ഇന്ന് സംഘപരിവാർ വേദികൾ പ്രചരിപ്പിക്കുന്നത് മറ്റൊരു രൂപത്തിലാണ്.